ഈ കുടുങ്ങി നിൽക്കുക എന്ന് പറയുന്നതും അവിടെ പോയി നിൽക്കുന്നതും തമ്മിൽ ശരിക്കും നല്ല വ്യത്യാസമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ എല്ലാവരും കേട്ടുവരുന്ന ഒരു വാർത്തയാണ് 2 ആസ്ട്രോനോട്സ് സ്പേസിൽ കുടുങ്ങി നിൽക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കുടുങ്ങി നിൽക്കുക എന്നുള്ളതും അവിടെ ചെന്ന് അവിടെ പോകുന്നതും തമ്മിൽ ശരിക്കും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അതിന്റെ ശരിക്കുള്ള സത്യാവസ്ഥയായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ISS പറ്റി ഞാൻ അധികം പറയേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ ഭൂമിയിൽ ഒരുപാട് ലാബുകളുണ്ട്. ഓക്കെ, അതായത് ഒരുപാട് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ ഒരുപാട് ലാബുകൾ നമ്മുടെ നമ്മുടെ സർഫസിലുണ്ട്. അതുപോലെ തന്നെ സ്പേസിലും ഒരു ലാബ് ഇങ്ങനെ നമ്മുടെ ഭൂമിന് ഓരോ 90 മിനിറ്റും ഒരു റൊട്ടേഷൻ വെച്ച് നമ്മുടെ ഭൂമിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അഥവാ ISS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവത്തിൽ അറ്റ് എ ടൈം മാക്സിമം ഒരു 6-7 പേരെങ്കിലും ഉണ്ടാവും. 7 ആസ്ട്രോനോട്സ് അവിടെ ഒരുപാട് ടെസ്റ്റുകളും അവിടെ ഒരുപാട് റിസർച്ചും കാര്യങ്ങളും അവിടുത്തെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ഏകദേശം മാക്സിമം നിന്നേക്കുന്നത് 215 ദിവസമാണ്. അതായത് ISS ഒരാൾ നിന്നേക്കുന്ന മാക്സിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അറ്റ് എ ടൈം 215 ദിവസം, അതായത് ഏകദേശം 6 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നിന്നിട്ടുണ്ട്. അതായത് അവർക്ക് വേണ്ട ഫുഡും അവർക്ക് വേണ്ട ഡെയിലി കാര്യങ്ങളെല്ലാം കൂടി കൂട്ടിയിട്ട് അവർക്ക് അവിടെ 6 മാസത്തോളം അവിടെ സർവൈവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരാളവിടെ പോയി കുടുങ്ങി നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? ഇതിപ്പോ ഞാൻ മെയിൻ ആയിട്ട് കണ്ടേക്കുന്നതെന്ന് വെച്ചാൽ ന്യൂസിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ എവിടെയാണെങ്കിലും ടൈറ്റിൽ ഇതാണ്: 2 ആസ്ട്രോനോട്സ്, അതിൽ ഒരാൾ ഇന്ത്യൻ ആണ്, 2 ആസ്ട്രോനോട്സ് ഈ പറഞ്ഞ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോയി കുടുങ്ങി. അതാണ് ശരിക്കും എല്ലാത്തിലും വരുന്ന ടൈറ്റിൽ എന്ന് പറഞ്ഞത്. പക്ഷേ ഇത് ശരിക്കും വളരെ മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ്. നിങ്ങൾ ടൈറ്റാനിക് സിനിമ കണ്ടിട്ടില്ലേ? ആ സംഭവം ഇങ്ങനെ മുങ്ങി പോകുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ആൾക്കാർക്ക് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള ചെറിയ ബോട്ടുകൾ ടൈറ്റാനിക്കിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ വച്ചേക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതിനെയാണ് നമ്മൾ എസ്കേപ്പ് ബോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട്. അതായത് നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഇൻബിൽഡ് ആയിട്ട് ഈ തരത്തിലുള്ള എസ്കേപ്പ് ക്യാപ്സ്യൂൾസ് ഒന്നും ഇല്ല. ഇതിന് എസ്കേപ്പ് ക്യാപ്സ്യൂൾസ് എന്നാണ് പറയുന്നത്. ഇതിന്റെ പേര് CRV എന്നാണ്, അതായത് ക്രൂ റെസ്ക്യൂ വെഹിക്കിൾ. ഓക്കെ, അപ്പോൾ ഈ സംഭവം ശരിക്കും ISS ഇൻബിൽഡ് ആയിട്ടില്ല. പക്ഷെ നിലവിൽ ISS 2 CRV ഉണ്ട്. അതിൽ ഒന്ന് നമ്മുടെ SpaceX ആണ്. ഓക്കെ, അപ്പോ ആ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ തലേന്ന് നിങ്ങൾ എടുത്തു കളാം. അതായത് ഇവരവിടെ പോയി കുടുങ്ങി നിൽക്കുന്നതൊന്നല്ല, അതായത് ഇവരവിടെ വളരെ ഹാപ്പി ആയിട്ട് അവിടെയുള്ള ആൾക്കാരുമായിട്ട് മിങ്കിളൊക്കെ ചെയ്ത്, അവിടെയുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഇവർ കൂടാണ്ട് ഈ 2 പേര് കൂടാണ്ട് ISS വേറെ 5 പേരും കൂടി ഉണ്ട്. ഓക്കെ, അല്ലാണ്ട് നമ്മൾ ഈ ന്യൂസും വാർത്തകളും ഈ വീഡിയോസും പോസ്റ്ററൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതെന്ന് പറയും അവിടെ ഇവർ 2 പേരും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ തണുത്ത് മരിച്ച് അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും അല്ല. അവര് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുന്നത്. ഇപ്പൊ വേറൊരു അഡ്വാൻറ്റേജ് എന്താന്ന് പറയട്ടെ, ഈ സ്പേസിൽ പോയി നിൽക്കാന്നൊക്കെ വിചാരിച്ചു അത് അവരുടെ എക്സ്പീരിയൻസിനോട് ആഡപ്പ് ആവുകയുള്ളൂ. ഇപ്പൊ ഞാൻ ഒരു ആസ്ട്രോനോട്ടാണ്. ഓക്കെ, എനിക്ക് എത്ര സെക്കൻഡ് സ്പേസിൽ കൂടുതൽ നിൽക്കാൻ പറ്റുന്നോ അത്രയും കൂടുതൽ എക്സ്പീരിയൻസ് ആയിരിക്കും. അതായത് എൻ്റെ ഒരു കരിയറിൽ അത്രയും കൂടുതൽ സ്പേസിൽ നിന്നുള്ള ഒരു അച്ചീവ്മെന്റ് എനിക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളയാൻ. അവർ ശരിക്കും അവിടെ കുടുങ്ങി നിൽക്കുമെന്നല്ല, അവർക്ക് അവിടെ വേണ്ട ഫുഡും അവർക്ക് വേണ്ട സപ്ലൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരവിടെ നല്ല ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സംഭവം നിങ്ങളുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് കളയാം. ഓക്കെ, ഇനിയിപ്പോ ഇൻ കേസ് ഓഫ് എനി എമർജൻസി, ഒരു ഹൈ എമർജൻസി സിറ്റുവേഷനിൽ മാത്രമാണെങ്കിലാണ് ഈ എസ്കേപ്പ് ക്യാപ്സ്യൂൾസ് ഉപയോഗിച്ച്, അതായത് ഇപ്പൊ 2 എസ്കേപ്പ് ക്യാപ്സ്യൂൾസ് അതിനകത്തില്ലേ, അത് ഉപയോഗിച്ചിട്ട് അവർക്ക് സേഫ് ആയിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് പാരഷൂട്ട് വഴി ആ ഹീറ്റ് ഷീൽഡൊക്കെ വെച്ചിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് സേഫ് ആയിട്ട് വന്ന് വീഴാൻ പറ്റും. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങളുടെ തലേന്ന് തൽക്കാലത്തേക്ക് എടുത്താളാം. നമ്മുടെ ന്യൂസും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത്. നമ്മുടെ മീഡിയാസ് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും ഒരു ഹോട്ട് ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നാഷണൽ മീഡിയാസ് അടക്കം റിപ്പോർട്ട് ചെയ്ത നാസയുടെ ആ ഒരു 2038 ആസ്ട്രോയിഡ് വാർണിംഗ് ഇല്ലേ, അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇവർക്ക് എന്തെങ്കിലും ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം വ്യൂവേഴ്സിന് കിട്ടണം ഈ ഒരു ടോപ്പിക്ക് വായിക്കാനായിട്ട്. അപ്പോൾ ഇവര് വ്യൂവേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പല തരത്തിലുള്ള കളികളും കളിക്കും. അതായത് അവിടെ ഇപ്പോൾ ഇവർ ഈ പെർട്ടിക്കുലർ എക്സാമ്പിൾ ആണെങ്കിൽ ഇവിടെ ആസ്ട്രോനോട്ട് കുടുങ്ങി എന്നൊക്കെ പറയുമ്പോൾ സ്പേസിൽ ഒരു ആസ്ട്രോനോട്ട് കുടുങ്ങി അല്ലെങ്കിൽ 2 പേര് കുടുങ്ങിയാലും ഒരാൾ ഇന്ത്യക്കാരനെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന്റെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി അത് എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അത് എടുത്തു നോക്കും. ഓക്കെ, പക്ഷെ ശരിക്കുള്ള റിയാലിറ്റിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ
അത്രയൊക്കെ ഉള്ളൂ. ഞാനിപ്പോ പറയട്ടെ, ഞാനിപ്പോ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വിചാരിക്കും. അതായത് ISS അവർ ഇന്ന ഡേറ്റിൽ പോയി, ഇന്ന ഡേറ്റിൽ അവിടെ മറ്റേ ഹീലിയത്തിന്റെ ലീക്കിങ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച്, അതൊക്കെ നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടോ. കാരണം ഈ വക കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് ന്യൂസ് ആർട്ടിക്കിൾസ് എന്നൊക്കെ നിങ്ങൾ കേട്ട് വരുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയിട്ട് ഇവിടെ കൂടുതലായിട്ട് ഇരുന്ന് വിശദീകരിച്ച് തരേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഞാൻ ചെറിയൊരു ബ്രീഫിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു റോക്കറ്റിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി വച്ചൊരു സംഭവം എന്നല്ല. ഒരുപാട് വർഷങ്ങളായിട്ട് പല പല പാർട്സ് ആയിട്ട് ഇങ്ങനെ നമ്മൾ ചെറുപ്പത്തിൽ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ ഉണ്ടായി കളിക്കൂലേ, അതുപോലെ ഓരോരോ പാർട്സ് ആയിട്ട് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചുണ്ടാക്കിയ ഒരു വലിയൊരു സംഭവമാണ് ശരിക്കും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു തോക്കിന്ന് ഒരു ബുള്ളറ്റ് ഇങ്ങനെ വെടിവെക്കൂലേ, ഓക്കെ, അതിനേലും 3 to 4 ഇരട്ടി സ്പീഡിലാണ് ഈ സംഭവം നമ്മുടെ ഭൂമിന് ചുറ്റും ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നത്. അതായത് അതിൽ നിൽക്കുന്ന ഒരാൾ, അതായത് നിങ്ങൾ അതിനകത്ത് നിൽക്കുന്ന ഒരു ആസ്ട്രോണോട്ടാന്ന് വിചാരിച്ചു. നിങ്ങൾ ഡെയിലി 12 തവണ സൂര്യ ഉദയവും സൂര്യ അസ്തമനവും കാണാൻ പറ്റും. ഓക്കെ, അതായത് ഇത്ര സ്പീഡിലാണ് നമ്മുടെ ഭൂമിന് ചുറ്റും ഓരോ 90 മിനിറ്റിലാണ് നമ്മുടെ ഭൂമിനെ കംപ്ലീറ്റ് ആയിട്ട് ഇതിങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഈ ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ സ്പേസിൽ വെച്ച് ഒരുപാട് എക്സ്പെരിമെന്റ്സും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു ഫെസിലിറ്റിയാണ് ശരിക്കും നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊരു വർക്കിംഗ് സംഭവം ആയതുകൊണ്ട് തന്നെ ഇവിടെ റെഗുലർ ആയിട്ട് ആൾക്കാർ വേണ്ടി വരും. അവിടെ ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആസ്ട്രോണോട്സിനെ വേണ്ടി വരും, ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി, പിന്നെ അവിടെ റെഗുലർ മെയിൻ്റെനൻസും വേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാരെ അവിടെ എത്തിക്കണമല്ലോ. അവർക്ക് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ഇത്ര ടൈമിനുള്ളിൽ അവർക്ക് തിരിച്ചു വരാൻ വേണം. അപ്പോൾ ഈ എത്തിക്കുന്നത്, അതായത് ഈ ആസ്ട്രോണോട്സിനെ ഭൂമിയിൽ നിന്ന് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത് സാധാരണ ഗവൺമെന്റ്, അതായത് നാസയുടെ റോക്കറ്റും റഷ്യയുടെ റോക്കറ്റൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു ഈ സംഭവത്തിന് അങ്ങോട്ട് കൊണ്ടുപോയത്. ഓക്കെ, അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് ഈ സംഭവം, അതായത് ആൾക്കാരെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്ന ആ ഒരു സംഭവം ഒന്ന് പ്രൈവറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിച്ചു. അപ്പോൾ അതിനുശേഷമാണ് നമ്മുടെ സ്പേസ് എക്സും ഈ പറഞ്ഞ ബോയിങ്ങും ഈ പറഞ്ഞ ബ്ലൂ ഒറിജിൻ, അതായത് ആമസോണിന്റെ ബ്ലൂ ഒറിജിൻ, അങ്ങനെ ഒരുപാട് കമ്പനികളൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ ഡിബേറ്റ് ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, അതായത് ഞാൻ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പൊ അവസാനം ഈ ഒരു ബിഡ് ജയിച്ചത് ബോയിങ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. ഞാൻ ഇപ്പൊ ബോയിങ്ങിനെ പറ്റി അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ ലോകത്തുള്ള ഒട്ടുമിക്ക എയർക്രാഫ്റ്റുകളും മാനുഫാക്ചർ ചെയ്യുന്നത് ബോയിങ് ആണ്, അതായത് കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ് കേട്ടോ. ബോയിങ് ഒരു കൊമേഴ്ഷ്യൽ ഏവിയേഷൻ കമ്പനി ആയതുകൊണ്ട് തന്നെ ഇവർക്ക് വേറൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, അതായത് സ്പേസ് ടൂറിസം. നമ്മളിവിടെ അവിടെ ഇവിടെയൊക്കെ ടൂർ പോയി നടക്കുന്നില്ലേ, അതേപോലെ സ്പേസ് ടൂറിസത്തിനെ ഇവർക്ക് പ്രൊമോട്ട് ചെയ്യണമായിരുന്നു. ഓക്കെ, അതായത് എനിക്കോ നിങ്ങൾക്കോ ഒക്കെ ഒരു സ്പേസിലേക്ക് ISSലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവരുടെ റോക്കറ്റിന്റെ സഹായത്തോടെ ഒരു തരത്തിലുള്ള ട്രെയിനിങ് അല്ല, ഈ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ആസ്ട്രോണോട്ട് ട്രെയിനിങ് ഇല്ലാണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ISSൽ പോയിട്ട് അവിടെ തങ്ങിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റും. ഓക്കെ, അതിനനുസരിച്ച് സ്പേസ് ടൂറിസം, നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഐഡിയ അനുസരിച്ച് അതാണ് സ്പേസ് ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പേസ് ടൂറിസം ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ സേഫ് ആയിട്ട് ബോയിങ്ങിന്റെ റോക്കറ്റിൽ അവിടെ എത്തുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് ഫ്ലൈറ്റിന് വേണ്ടിയിട്ടാണ് ഈ രണ്ടുപേരും, അതായത് സുനിത വില്യംസിന് ഇദ്ദേഹത്തിനെ അവിടെ കൊണ്ടുപോയത്. അപ്പോൾ ഇവിടെ വെച്ചാണ് ഒരുപാട് സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതായത് 2019 ഇവരുടെ ആദ്യത്തെ റോക്കറ്റ് ടെസ്റ്റ് ഫ്ലൈറ്റിന് വേണ്ടി റെഡി ആവുമെന്ന് വിചാരിച്ചത്. ഓക്കെ, അതിനുശേഷം അൺമാൻഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ഫ്ലൈറ്റ് നടത്തുകയും ചെയ്തു. അതിനുശേഷമാണ് മാൻഡ് ആയിട്ടുള്ള, അതായത് ഒരു ക്രൂവിനെ കയറ്റി വെച്ചിട്ട് ISSലേക്ക് ഒരാളെ അങ്ങനെ റോക്കറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പ്ലാൻ ചെയ്ത് വെച്ചത്. അങ്ങനെ 2019 അവർ ആദ്യം പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അത് നടന്നില്ല. പിന്നെ അത് പോയി 2024 ആ 2024 തന്നെ 2-3 ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. കാരണം റോക്കറ്റ് കറക്റ്റ് എന്തോ ഫോൾസ് ഇഷ്യൂസ് ഒക്കെ ഉള്ളത്. അതായത് ഇവർ ഒരു സംഭവം ഉണ്ടായി, അതായത് ഇത്രയും വലിയ റോക്കറ്റ് ലോഞ്ചിന് മുമ്പ് ഒരു കേവലം 2-3 മണിക്കൂറുകൾക്ക് മുമ്പ് ഇവിടുത്തെ ടെക്നീഷ്യൻസ് ഒന്ന് പറയാണ് ഈ സംഭവത്തിന് എന്തോ ഫോൾസ് ഉണ്ടായിരുന്നു, ത്രസ്റ്ററിനൊക്കെ എന്തോ ലീക്കും കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഈ മിഷൻ അബോർട്ട് ചെയ്യണം എന്ന് പറയുന്നത്, കാരണം വളരെ ഡേഞ്ചർ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ ഈ സംഭവം പിന്നെ 2-3 ദിവസത്തേക്ക് പിന്നെ നീട്ടി വെച്ചു. അത് പിന്നെ നടന്നില്ല, പിന്നെ നീട്ടി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ശരിക്കും അറിയായിരുന്നു ഇവിടെ ചെറിയ തരത്തിലുള്ള ഹീലിയത്തിന് ലീക്കുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയാമായിരുന്നു. പക്ഷെ അത് ചെറിയ രീതിയിലുള്ള ലീക്ക് ആയതുകൊണ്ട് അത് അവരെ അധികം കാര്യമാക്കിയില്ല. ഇവർ നേരെ ISSലേക്ക് പോവുകയും ചെയ്തു. അവിടെ വെച്ച് തന്നെ ഇവർക്ക് ഡോക്ക് ചെയ്യാൻ വേണ്ടി, അത് നമ്മുടെ ഇൻഡസ്ട്രിയലായിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഇല്ലേ, അത് ഡോക്കിംഗ് എന്ന് പറഞ്ഞ ഒരു ഇൻസിഡന്റ് ഇല്ലേ, അതുപോലെ തന്നെ ഇവര് വരുന്ന ഈ 2 ആസ്ട്രോണോട്സ് വരുന്ന ആ ഒരു റോക്കറ്റിന്റെ ആ ഒരു ക്യാപ്സ്യൂളും ഈ ISS തമ്മിൽ ഇങ്ങനെ ഡോക്ക് ചെയ്യണം. അതായത് എയർ ലോക്ക് ആയിരിക്കണം അതിന് തമ്മിൽ. അത് കറക്റ്റ് പ്രഷർ ബാലൻസ് ചെയ്ത് നിൽക്കണം. അത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ അകത്തൊരു പ്രഷർ ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ഹ്യൂമൻസിന് നമുക്കിങ്ങനെ സ്പേസ് സ്യൂട്ടൊന്നും ഇല്ലാണ്ട് നിൽക്കാനുള്ള ഒരു പ്രഷർ ഉണ്ടാവും. ഓക്കെ, ആ പ്രഷറും ഈ ക്യാപ്സ്യൂളിന്റെ അകത്തുള്ള പ്രഷറും ഈക്വലൈസ് ആക്കണം. ഓക്കെ, അപ്പോൾ ഈ പ്രഷർ ഈക്വലൈസ് ആക്കണമെങ്കിൽ
ഈ രണ്ട് സംഭവങ്ങളും ഇങ്ങനെ ഡോക്ക് ചെയ്യില്ലേ, ഡോക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ആ ഒരു സീല് ഭയങ്കര ഹൈലി എയർ ടൈറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിനാണ് നമ്മൾ ശരിക്കും ഡോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എയർ ടൈറ്റ് വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറക്റ്റായിട്ട് ഡോക്ക് ചെയ്തില്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയൽ സിനിമയിൽ കണ്ട പോലെ തന്നെ പൊടി തെറിക്കും ഡ്യൂ ടു പ്രഷർ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അവിടെ സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെർഫെക്റ്റ്ലി ഡോഗ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ ഡോഗ് ചെയ്യുന്ന സമയത്ത് ഈ സംഭവത്തിന്, അതായത് ഈ ക്യാപ്സ്യൂളിനെ മെനൂർ ചെയ്യുന്നത്, അതായത് ഈ എല്ലാ ആംഗിളിലേക്കും ഇങ്ങനെ കൊണ്ടുപോകുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിനും ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരുപാട് റെട്രോ ത്രസ്റ്റേഴ്സ് ആണ്. അതിന് ശരിക്കുള്ള ഇപ്പോഴത്തെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ അതിന് ചെറിയ ചെറിയ ത്രസ്റ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ കാറിന്റെ സ്റ്റിയറിംഗ് വീല് പോലെ. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ നിർത്തി കറക്റ്റ് ആ ഒരു ഡോക്കിങ്ങിന്റെ പിന്നിലൂടെ അലൈൻ ചെയ്യുമ്പോഴാണ് ശരിക്കും ഈ സംഭവം എയർ ടൈറ്റ് ആയിട്ട് 100% ഇങ്ങനെ ഡോക്ക് ആവുള്ളൂ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു നമ്മളിപ്പോ കാറിൽ സ്റ്റിയറിംഗ് വീൽ ഉണ്ടെന്ന് വിചാരിച്ചോ, അതിനകത്ത് ഒരു സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ഒരു ടയർ മാത്രമേ തിരിയണുള്ളൂ. ഓക്കെ, ആ സിറ്റുവേഷൻ എന്തായിരിക്കും എന്ന് ആലോചിച്ചത് നമ്മുടെ കാർ എങ്ങോട്ട് പോകണമെന്ന് വളരെ നല്ല രീതിയിൽ കൺഫ്യൂസ്ഡ് ആവില്ലേ. അപ്പോൾ ഇതേ സിറ്റുവേഷൻ തന്നെ ഇവിടെ സംഭവിച്ചു. ഇവിടെ ചില ത്രസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നില്ല. എൻ്റെ ഒരു അന്വേഷണത്തിൽ 5 ത്രസ്റ്റേഴ്സിൽ 4 ത്രസ്റ്റേഴ്സ് ഫോൾട്ട് ചെയ്യാന്നാണ് പറഞ്ഞത്. പക്ഷെ എങ്ങനെയോ ഇവരുടെ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും കൊണ്ടായിരിക്കണം ഇവർ കറക്റ്റ് ആയിട്ട് ആ സംഭവം എയർ ടൈറ്റ് ആയിട്ട് ഡോക്ക് ചെയ്യുകയും ഈ 2 ആസ്ട്രോനോട്സ് മറ്റേ ഈ ക്യാപ്സ്യൂളിന്റെ അകത്ത് നിന്ന് നമ്മുടെ ISSന്റെ അകത്തേക്ക് എത്തിപ്പെടുകയും ചെയ്തു. പക്ഷേ ഇവരുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ കേവലം ഒരു 10 ദിവസം, അങ്ങനെ 9 ദിവസത്തെ നീളുന്ന ആ ഒരു ജേർണി ആയിരുന്നു. അതായത് ഭൂമിയിൽ നിന്ന് ഈ റോക്കറ്റ് അവിടെ എത്തുകയും അവിടെ നിന്ന് അവിടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ 10 ദിവസത്തിനുള്ളിൽ തിരിച്ചിങ്ങനെ വരാം. പക്ഷേ ഇതിന്റെ അകത്ത് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഹീലിയത്തിന്റെ ലീക്കേജ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് അവിടെ തിരിച്ച് ഭൂമിയിലേക്ക് വരാനുള്ള പ്രൊവിഷൻ ഉണ്ടായില്ല. ഇത് കേട്ടിട്ടാണ് എല്ലാവരും ഈ അവരവിടെ സ്റ്റക്കായി എന്ന് പറയുന്നത്. പക്ഷേ ഇൻ റിയാലിറ്റി അവരവിടെ നല്ല ഹാപ്പി ആയിട്ട് അവിടെ ഉള്ള ആൾക്കാരുടെ ഒപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. അതും അവരുടെ അച്ചീവ്മെന്റും കാര്യങ്ങളൊക്കെ ഇനി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ നമ്മുടെ ഭൂമിയിൽ നമ്മളിപ്പോ ഓരോ സെക്കൻഡ് വെച്ച് ഇങ്ങനെ നിങ്ങളുടെ ഈ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ പോകുന്നില്ലേ, അതുപോലെ തന്നെ ആ 2 വ്യക്തികളുടെ ഓരോ സെക്കൻഡ് അച്ചീവ്മെന്റ് വെച്ച് ഇങ്ങനെ സ്പേസിൽ നിന്നു എന്നുള്ള അച്ചീവ്മെന്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിന്റെ ഇടയ്ക്ക് നമ്മൾ കേട്ടൊരു വാർത്തയാണ്. ഓക്കെ, ഇനി അതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇനി ഏകദേശം ഒരു 30 ദിവസം, ഒരു മാസം കൂടി, 30-45 ദിവസം കൂടി കഴിഞ്ഞാലാണ് അവർക്ക് ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ, അവരവിടെ ഹാപ്പി ആണെങ്കിൽ പിന്നെ അവിടെ അവർ സ്റ്റക്കായി എന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ. ഓക്കെ, പിന്നെ വേറൊരു സംഭവം എന്താ വെച്ചാൽ ഇവര് സ്പേസ് വാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസ് സ്യൂട്ട് എടുത്തിട്ടു. അതായത് ബ്ലൂ ഒറിജിൻ്റെ അല്ല, ബോയിങ്ങിന്റെ സ്പേസ് സ്യൂട്ട് എടുത്തിട്ടു. ഓക്കെ, അപ്പൊ ഈ സ്പേസ് സ്യൂട്ട് എടുത്തിട്ടപ്പോ അവരുടെ അതിന്റെ അകത്ത് വെള്ളം നിറഞ്ഞു എന്നൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇതിന്റെ റീസൺ എന്താണെന്ന് ശരിക്കും ആരും പറയുന്നില്ല. അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സിനിമയിലൊക്കെ ഈ സ്പേസ് റിലേറ്റഡ് മൂവീസിലൊക്കെ ഞാൻ ഈ ഒരു വിഷ്വൽസ് കണ്ടിട്ടുണ്ട്. അതായത് സ്പേസ് സ്യൂട്ടിന്റെ അതിങ്ങനെ വെള്ളം നിറയുന്ന ഒരു വിഷ്വൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് സ്പേസ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അറിയാല, ഹൈലി എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അതായത് നിങ്ങളെ പിടിച്ചൊരു ഫിഷ് ടാങ്കിന്റെ അകത്ത് കൊണ്ടിട്ട് എങ്ങനെ ഇരിക്കും, അതുപോലെ തന്നെ ആയിരിക്കും സ്പേസ് സ്യൂട്ടിന്റെ അതിങ്ങനെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത് നമ്മുടെ സ്പേസിൽ ഒറ്റപ്പെട്ട് പോകുന്നത് പോലെ തന്നെ ഡേഞ്ചറാണ് ഞാനിപ്പോ ഈ പറഞ്ഞ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ഈ പറഞ്ഞ സ്പേസ് സ്യൂട്ടൊക്കെ എടുത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് കൂളന്റ്, ഓക്കെ, ഇതിനകത്ത് കൂളന്റ് ഉണ്ട്. ആ കൂളന്റിന്റെ ആ ഒരു വെള്ളം ലീക്ക് ആയത് കൊണ്ടാണ് ഈ സംഭവം ശരിക്കും വെള്ളം അവിടെ നിറഞ്ഞത്. ഓക്കെ, സ്പേസ് സ്യൂട്ടിന്റെ അകത്തൊരു ഫിഷ് ടാങ്കിൽ കൊണ്ടിട്ട പോലെ അവിടെ വെള്ളം നിറയാനുള്ള ഒരു ചാൻസസ് ഉണ്ടായത്. കാരണം ഇവരുടെ ലൈഫ് സപ്പോർട്ടിങ് സിസ്റ്റത്തിന്റെ അകത്തുള്ള ഒരുപാട് സെറ്റപ്പുകളൊക്കെയാണ് ഈ കൂളിങ്ങും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ സിറ്റുവേഷനിൽ കൂളന്റ് ലീക്ക് ആയതുകൊണ്ടാണ്, അതായത് വെള്ളം ലീക്ക് ആയതുകൊണ്ടാണ്. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യരുടെ മോയ്സ്ചറാണ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മോയ്സ്ചർ വരും. ഓക്കെ, അപ്പോൾ ഈ മോയ്സ്ചർ വരുന്നതുകൊണ്ട് ഈ സ്പേസ് സ്യൂട്ടിന് അത് വെള്ളം കളക്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഇത് അധികം ഉണ്ടാവില്ല, പക്ഷെ ലിറ്റിൽ ബിറ്റ് കൗണ്ട്സ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഈ 2 സംഭവങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് അധികം ഇങ്ങനെ ഓർത്ത് വേറിയിടാവേണ്ട ബോധമിടാവേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത് സ്ഥിരം ക്ലീശ സംഭവം തന്നെ. എന്തെങ്കിലും ഒരു ടോപ്പിക്കോ ഏലിയൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഹോട്ട് ടോപ്പിക്കോ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ പോലെ എങ്ങനെയൊക്കെ ആൾക്കാരെ വളച്ചൊടിച്ച് ടൈറ്റിലേക്ക് ഇട്ട് നല്ലൊരു ഭയങ്കര അടിപൊളി അട്രാക്റ്റീവ് ആയിട്ടോ തംബ്നെയിൽസ് ഒക്കെ ഇട്ടിട്ട് ഒരു ദിവസം ഒരു 10-200 വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന തരത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമുള്ള മീഡിയാസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സെൻസിബിളി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കണമെങ്കിൽ, ഇതിനെപ്പറ്റി ശരിക്കും അറിയണമെങ്കിൽ
സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ പേജസ് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയുന്നത്. ഇപ്പോൾ പെർട്ടിക്കുലർലി എൻ്റെ വീഡിയോ മാത്രം കാണാമെന്നല്ല ഞാൻ പറയുന്നത്, സയൻസ് റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്ന ചാനൽസ് ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അതല്ലാണ്ട് ന്യൂസ് മാത്രം ഇങ്ങനെ നോക്കി നിങ്ങൾ ഒരിക്കലും അത് കൺഫേം ചെയ്യരുത്. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് എന്തായാലും നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.